മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ ദി കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടന് ജന്മദിനാശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ ബർത്ത്ഡേ എപ്പിസോഡ് തന്നെയായിരുന്നു. സീസൺ 1 തൊട്ട് സീസൺ 6 വരെയുള്ള ലാലേട്ടന്റെ ഒരുപാട് മനോഹര നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു വീഡിയോ ലാലേട്ടൻ തന്നെ കാണിച്ചിട്ടായിരുന്നു എപ്പിസോഡ് തുടങ്ങിയത്. രഞ്ജിനി ഹരിദാസ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഹോസ്റ്റ് ചെയ്തത്. ആദ്യം തന്നെ വിജയ് യേശുദാസിന്റെ ഒരു മ്യൂസിക്കൽ ഗിഫ്റ്റ് ആയിരുന്നു. ലാലേട്ടന്റെ പടത്തിലെ കുറെ പാട്ടുകൾ വെച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ആയിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്ന് ലാലേട്ടന് ഹാരം അണിയിച്ചും പൊന്നാട അണിയിച്ചും പിറന്നാൾ ആശംസകൾ അറിയിച്ചു. ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പിറന്നാൾ ആശംസകൾ വീഡിയോ ആക്കി ലാലേട്ടനെ കാണിച്ചു. പിന്നീട് ബിഗ് ബോസ് വേദിയിൽ വെച്ച് ലാലേട്ടൻ വലിയൊരു കേക്ക് കട്ട് ചെയ്ത് പിറന്നാൾ ആഘോഷിച്ചു. ബിഗ് ബോസ് വീട്ടുകാർ എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയ ലാലേട്ടന്റെ സിനിമയിലെ പാട്ടുകൾ കോർത്തിണക്കിയ ഒരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അടുത്തത്. അതിഗംഭീര പരിപാടിയായിരുന്നു അത്. പിന്നീട് ലാലേട്ടന്റെ ഇഷ്ടമുള്ള സിനിമകളെ കുറിച്ച് ബിഗ് ബോസ് വീട്ടിലുള്ളവർ സംസാരിച്ചു. അഭിഷേകിന് ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ രാവണപ്രഭു ആയിരുന്നു. നോറയ്ക്ക് ഇഷ്ടപ്പെട്ടത് നേരായിരുന്നു. അൻസിബിക്ക് തൂവാൻ തുമ്പികളായിരുന്നു ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ഋഷിക്ക് ഇഷ്ടപ്പെട്ട സിനിമ അക്കരെ അക്കരെ അക്കരെയായിരുന്നു. ജാസ്മിൻ ഇഷ്ടപ്പെട്ട ലാലേട്ടന്റെ സിനിമ യോദ്ധ ആയിരുന്നു. അർജുൻ ഇഷ്ടപ്പെട്ട സിനിമ തന്മാത്രയായിരുന്നു. ഞാനൊരു ആക്ടിംഗ് ഫീൽഡിംഗ് പോവുകയാണെങ്കിൽ ഈ സിനിമ കണ്ടിട്ടാണ് ഞാൻ പഠിക്കുക എന്നാണ് അർജുൻ പറഞ്ഞത്. സായിക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടന്റെ സിനിമ സമ്മറിൻ ബത്ലേഹമായിരുന്നു. അതിൽ ഗസ്ട്രോൾ ആണെങ്കിലും അത് അങ്ങനെയുള്ള ക്യാരക്ടർ ആയിരുന്നു. അത് അങ്ങനെ തന്നെ മനസ്സ് പിടിച്ചുലക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു എന്നാണ് സായി പറഞ്ഞത്. നന്ദനോട് ഇഷ്ടപ്പെട്ട സിനിമ താളവട്ടമായിരുന്നു. സിജോയുടെ ഇഷ്ടപ്പെട്ട സിനിമ ലൂസിഫർ ആയിരുന്നു. ഇത് പറയുന്നതിനിടയിൽ ലൂസിഫറിന്റെ വിശേഷങ്ങളെ കുറിച്ചും ബാറോസിന്റെ വിശേഷങ്ങളെ കുറിച്ചും സിജോ ലാലേട്ടനോട് ചോദിച്ചറിഞ്ഞു. എമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുകയാണെന്നും അതിന്റെ സ്റ്റാർട്ടിംഗ് ലേ ലഡാക്കിലായിരുന്നെന്നും ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് തിരുവനന്തപുരത്താണെന്നും ഇനി ഗുജറാത്തിലും ദുബായിലും ബാക്കിയുണ്ടെന്നും ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടുകാരായിട്ട് പറഞ്ഞു. എമ്പുരാൻ ഈ വർഷം റിലീസാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നും അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ റിലീസ് ഉണ്ടാകുമെന്ന് ലാലേട്ടൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. കൂടാതെ ബറോസിന്റെ റിലീസിംഗ് തീയതി സെപ്റ്റംബർ 12 ആയിരിക്കുമെന്നും ലാലേട്ടൻ അറിയിച്ചു. വിജയ് യേശുദാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്ത് വീട്ടുകാർക്ക് വേണ്ടിയും ഒരു പാട്ടൊന്ന് പാടി. ലാലേട്ടന്റെ കയ്യക്ഷരത്തിന്റെ ഒരു ഫോണ്ടിന്റെ ലോഞ്ചിങ് ആയിരുന്നു അടുത്തത്. www.a10phone.com എന്ന വെബ്സൈറ്റിൽ പോയി ലാലേട്ടന്റെ കയ്യക്ഷരത്തിന്റെ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഏഷ്യാനെറ്റ് മൂവീസും ക്ലബ് എഫ് എം കൂടി ചേർന്ന് ലാലേട്ടനെ മെയിൻ ക്യാരക്ടറാക്കി ഒരു സ്റ്റോറി, ഒരു കഥയൊന്നും ഉണ്ടാക്കി. അത് അടുത്ത് തന്നെ ക്ലബ് എഫ് എമ്മിലൂടെയും ഏഷ്യാനെറ്റ് മൂവീസിലൂടെയും റിലീസ് ചെയ്യും. അതിന് ട്രെയിലർ കാണിച്ചു. ഇതൊക്കെയാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. നാളത്തെ എപ്പിസോഡിൽ എവിക്ഷൻ പ്രോസസ് ഉണ്ടാകുമെന്ന് വീട്ടുകാരെ ഓർമ്മിച്ചുകൊണ്ടാണ് ലാലേട്ടൻ വിടവാങ്ങിയത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ രശ്മിൻ ഭായ് ബിഗ് ബോസ് വീട് വിട്ട് പുറത്തു പോയിരിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോ അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.